2026 ആഗസ്റ്റ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് മൂലം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് ഇവിടെ പ്രവചിക്കുന്നത്. കഠിനമായ ദുഃഖങ്ങളും മറ്റുമുള്ളവർക്ക് ഈ മാസം അവർക്ക് പല രീതിയിലും ആശ്വാസം ലഭിക്കുന്നു. ചിലതിന് പരിഹാരം തന്നെ ലഭിച്ചേക്കാം. അതുപോലെ തന്നെ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർക്കും ആശ്വാസം ലഭിക്കാം. അതുപോലെ റിമാൻഡിൽ ഉള്ളവർക്ക് ജാമ്യം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അകത്താകുമോ എന്നുള്ള ഒരു ഭയം അവർക്ക് മാറിക്കിട്ടുന്നു. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. മിക്ക തടസ്സങ്ങളും മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം വിവാഹ നിശ്ചയമോ വിവാഹമോ നടത്തുന്നതിന് അവർക്ക് യോഗമുണ്ട്. ചിലർക്ക് ഭൂമി ലഭിക്കാൻ, അതായത് വീട് വയ്ക്കാനുള്ള ഒരു ഭൂമി ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലർക്ക് വീട് തന്നെ നേടാനായിട്ട് സാധിക്കുന്നു. ശത്രുശല്യം, അസൂയാലുക്കളുടെ ശല്യം എല്ലാം കുറയുന്ന ഒരു കാലഘട്ടമാണ്. ശ്രമിച്ചാൽ നല്ല മാർഗത്തിൽ കൂടി പല രീതിയിലും ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കും. സർക്കാരിൽ നിന്നുമുള്ള ചില നടപടികൾ തൽക്കാലം നിർത്തിവെക്കുന്നതായിട്ടാണ് കാണുന്നത്. പിണങ്ങിക്കഴിയുന്ന ദമ്പതിമാർ ഒന്നിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. എല്ലാവരോടുമുള്ള കലഹം മാറിക്കിട്ടുന്നു, ദേഷ്യമൊക്കെ മാറിക്കിട്ടുന്നു. പൊതുവെ കുടുംബത്തിന് സൗഖ്യവും ഐശ്വര്യവും നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ അപൂർവം ചില മോശ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. പൂജകൾക്കും ഉപാസനകൾക്കും ഒരിക്കലും ഒരു ഭംഗം വരരുത്, അത് നിർത്തരുത്. തടസ്സം വരാതെ അത് മുന്നോട്ട് പോകേണ്ടതാണ്. ഇതിൽ തടസ്സം കാണുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പൂജകളും പ്രാർത്ഥന ഉപാസന എല്ലാം നിങ്ങൾ തുടരുക. അതുപോലെ അച്ഛന് ചില രോഗങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കാരണവന്മാരുടെ വിയോഗം, അതായത് മുതിർന്ന വീട്ടിലെ പൗരന്മാരുടെ, വളരെ വയസ്സായ ആൾക്കാരുടെ അപ്പൂപ്പനോ അമ്മൂമ്മയോ അല്ലെങ്കിൽ അമ്മാവന്മാരോ അല്ല അച്ഛനോ അമ്മയോ അങ്ങനെയൊക്കെ ആരെങ്കിലും വളരെ പ്രായം ചെന്നിരിക്കുന്നെങ്കിൽ അവരുടെ വിയോഗം വരാൻ ഈ സമയം ഒരു സാധ്യത കാണുന്നുണ്ട്. ഏതായിരുന്നാലും ഒരു നല്ല ഒരു കാലഘട്ടമാണ്. മൂലം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. 5 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള രോഗങ്ങളും കഷ്ടപ്പാടുകളും അരിഷ്ടതകളും ഒന്നും കാണുന്നില്ല. ചില മൂലം നക്ഷത്രക്കാരുടെ വീട്ടിൽ നിന്നും ചില മോഷണങ്ങൾ വഴി ചില വസ്തുക്കൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക നല്ലതായിരിക്കും. അതുപോലെ വീട്ടുകാരുടെ എടുത്തു ചാടിയുള്ള പ്രവൃത്തികൾ മൂലം വഴക്കുകളും തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് കാര്യവും ആലോചിച്ച് പ്രവർത്തിക്കുക. അതുമൂലമുള്ള കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വന്തം ഭവനത്തിൽ നിന്നും വേറെ ഒരു വീട്ടിലേക്ക് മാറി താമസിക്കാൻ ഒരു യോഗം കാണുന്നുണ്ട്. അന്യദേശവാസമാണ് ചിലർക്ക് കാണുന്നത്. ചിലപ്പോൾ അച്ഛനമ്മമാരുടെ ജോലി സ്ഥലത്തേക്കുള്ള മാറ്റം വരുന്നതിനാൽ അങ്ങോട്ട് പോകുന്നതായിരിക്കാം. എന്തൊക്കെയായാലും വിദ്യാഭ്യാസം നല്ല രീതിയിൽ തുടങ്ങുവാൻ ഈ കുട്ടിക്ക് യോഗം കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ഈ സമയം കേസുകളൊന്നും ആരംഭിക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഏതെങ്കിലും കേസുകൾ നിലവിലുണ്ടെങ്കിൽ അത് വിജയം കിട്ടുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം തടസ്സങ്ങളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബത്തിൽ ധനവും മറ്റ് ഐശ്വര്യങ്ങളും ഉണ്ടാകാം. വിദ്യാഭ്യാസ സംബന്ധമായ ഉയർച്ചയാണ് ഇവിടെ കാണുന്നത്. കുടുംബത്തിൽ ഒരു വാഹനം വാങ്ങുന്നതിനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ചിലർക്ക് രോഗങ്ങൾ വന്നേക്കാം. കണ്ണിലും വയറ്റിലും ചില രോഗങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഭൂമി വീട്ടുകാർക്ക് ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. വീട് വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ കൃഷിക്കുള്ള ഭൂമി ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. കൃഷിക്കാർക്ക് അത്ര നല്ല ഒരു കാലഘട്ടമല്ല. അത് ചിലർക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസം നേടാൻ സാധിക്കും. ചിലർക്ക് തൊഴിൽ ലഭിക്കുവാൻ സാധിക്കുന്നു. ധന സമ്പാദനം സാധ്യമാകുന്നു. വീട്ടിൽ ഒരു വാഹനം ലഭിക്കാനും സമ്പത്ത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുരാവസ്തുക്കൾ കിട്ടുന്നതിന് ഒരു യോഗം ഇപ്പം കാണുന്നുണ്ട്. വളരെ പഴകിയ ഓട്, ചെമ്പ്, പിത്തള അല്ലെങ്കിൽ ചിലപ്പോൾ സ്വർണം തന്നെ ലഭിച്ചേക്കാം. എന്നാൽ ഇതിലൊരു നിധി കിട്ടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് നിങ്ങളുടെ തറവാട്ട് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഭാര്യയുടെ തറവാട് വീട്ടിൽ നിന്നോ അങ്ങനെയൊക്കെ കിട്ടുന്ന നിധിയാണ്. അല്ലാണ്ട് ഇതിൽ നിധി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇനി നിധി അന്വേഷിച്ച് നടക്കരുതാരും. അങ്ങനെ അലയാനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ നിധി കിട്ടുമെന്നും പറഞ്ഞ് പലരും ചെന്ന് പല ആപത്തുകളിലും ചാടാറുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക. അങ്ങനെയൊന്നും നിധി കിട്ടുന്നതല്ല. 25 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് മൂല നക്ഷത്രക്കാർക്ക് അവർക്ക് ഒരു സുഖകരമല്ല ഒരു കാലമല്ല. അപ്പം അവർക്ക് വളരെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഇതിൽ 2 രീതിയിലാണ്. ചില മൂല നക്ഷത്രക്കാർക്ക് ചില പ്രശ്നങ്ങൾ വരാം. ചിലർക്ക് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഒരു 2 രീതിയിലുള്ള ഒരു കാലഘട്ടമാണ്. ചെലവുകൾ കൂടാനും ഒരു
ധനപരമായ ഒരു അച്ചടക്കം പാലിക്കണം. ചെലവുകൾ കൂടാൻ സാധ്യതയുള്ളതിനാൽ ഒരു സാമ്പത്തിക അച്ചടക്കം ശീലിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ മേലധികാരികളുടെ കോപത്തിന് ഇരയാകാൻ സാധ്യതയുള്ളതിനാൽ അത്തരമുള്ള പ്രവൃത്തികളിൽ നിന്ന് നിങ്ങൾ ഒഴിവാകുക. അതുപോലെ നിങ്ങളുടെ തൊട്ട് മുകളിലുള്ള അധികാരിക്ക് നിങ്ങളോട് അസൂയ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ് കറച്ചു വെച്ച് നിങ്ങൾ പോകുമോ എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആർക്കും നിങ്ങൾ ഈ സമയം ചെറിയ രീതിയിലുള്ള തുകകളല്ലാതെ 5000 അങ്ങനെയൊക്കെയുള്ള തുകകളല്ലാതെ വലിയ തുകകളൊന്നും ഒരിക്കലും നിങ്ങൾ കടം കൊടുക്കരുത്. എത്ര അടുത്ത ആൾക്കാരായിരുന്നാലും അത് തിരിച്ചു കിട്ടില്ല. അതുപോലെ തന്നെ ചില രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ജ്വരം, മുറിവ് എന്നിവ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ സുഹൃത്തുക്കളുമായി വിരോധത്തിന് ഇടയാകുന്നതിനും ഒരു സാധ്യതയുണ്ട്. ആയതിനാൽ വളരെ ശ്രദ്ധിച്ചു വേണം ഈ കാലഘട്ടം പോകാനായിട്ട്. ചതവ് പറ്റാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വീക്ക്നെസ് ആരുമായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കരുത്. വിശേഷിച്ചും സുഹൃത്തുക്കളായിട്ട് ഒന്നും പങ്കുവയ്ക്കരുത്. രഹസ്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക. 31 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ സാമ്പത്തിക അച്ചടക്കം പാലിച്ചവർക്ക് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽ മേഖല വളരെ നേട്ടമുണ്ടാക്കുന്ന ഒരു സമയമാണ്. വ്യാപാര മേഖലയാണെങ്കിലും ഗുണകരമായിട്ടാണ് കാണുന്നത്. ചിലർക്ക് ചിലർക്ക് വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യത്തിനും യോഗം കാണുന്നുണ്ട്. ചിലർക്ക് ചില രോഗങ്ങൾ വരാം. രക്തത്തില് മിനറൽസിന്റെ കുറവ് മൂലമോ അതുപോലെ പിത്തരസങ്ങളുടെ അസന്തുലിതാവസ്ഥ മൂലമോ ഉള്ള ചില പ്രയാസങ്ങൾ, രോഗങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. അത് പരിശോധിക്കുക. ചിലർക്ക് ശത്രുക്കളെയും അസൂയാലുക്കളെയും ഒരു ആക്രമണം ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. നേരിട്ടും ആയിരിക്കാം, അല്ലാതെയും വരാം. ചിലർക്ക് തൊഴിലിൽ പ്രൊമോഷൻ ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. ചിലർക്ക് പുതിയ വ്യാപാരം തുടങ്ങുന്നതിന് ചിലർക്ക് ബ്രാഞ്ച് തുടങ്ങുന്നതിന് സാധ്യതയുണ്ട്. സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ശ്രമിക്കുക, നല്ലതായിരിക്കും. നല്ല രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കും. ചില മൂലം നക്ഷത്രക്കാർ വിദേശ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതലും കയറ്റുമതിയാണ് ഇവിടെ കാണുന്നത്. ഭൂമി വാങ്ങുവാനുള്ള ഒരു യോഗം ഉള്ളതായിട്ടാണ് കാണുന്നത്. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെ എപ്പോഴും വെള്ള പൂശുന്നവരെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. 41 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. അത് കൂടുതലും വയറു സംബന്ധമായ അവയവങ്ങളുടെ സർജറിയാണ് കാണുന്നത്. അപ്പൻഡിക്സ്, ഹെർണിയ, പൈൽസ് തുടങ്ങിയവയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില വീട്ടുകാരിൽ നിന്നും സർക്കാരിൽ നിന്നും ഒക്കെ, അതായത് ബന്ധുക്കളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. കേസുകൾ കോടതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ വിജയം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. അതുപോലെ തന്നെ പുതിയ കേസ് തുടങ്ങാൻ പറ്റിയ സമയമല്ല. ശത്രുക്കളെയും അസൂയാലുക്കളെയും അകറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും. ചില അസുഖങ്ങൾ വരാമെങ്കിൽ അതൊക്കെ നിസ്സാരമായിരിക്കും പക്ഷെ എങ്കിൽ തന്നെയും നിങ്ങൾ അസുഖം എത്ര നിസ്സാരമെങ്കിലും നിങ്ങളത് വിദഗ്ധ ചികിത്സ, അതായത് അതിനൊരു വൈദ്യസഹായം തേടേണ്ടത്, അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഗുരുതരമാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് അപൂർവം ചിലർക്കാണ്. എല്ലാവരോടും ഒരു ഐക്യം കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നാൽ ചിലരോട് ഇടപെടുമ്പോൾ ഒരു വിവേചന ബുദ്ധി സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അവിചാരിതമായി ചില ആപത്തുകൾ വരാമെങ്കിലും കരുതിയിരിക്കുന്നവർക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല. ചതിക്കുന്നവരെയും അസൂയാലുക്കളെയും ശ്രദ്ധിക്കുക, വളരെ നല്ലതായിരിക്കും. അവർ അവസരം കാത്ത് ഇരിക്കുന്നതാകുന്നു. നിങ്ങൾക്ക് ധനനഷ്ടം വരുന്നതായും ഒരു സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ സമയം വളരെ അധ്വാനം കൂടുതലായിരിക്കും. 47 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് ബുദ്ധിശൂന്യത വരുന്ന ഒരു കാലഘട്ടമാണിത്. കാര്യങ്ങൾ വളരെ ആലോചിച്ച് വേണം നിങ്ങളൊരു തീരുമാനം എടുക്കാൻ. വെപ്രാളം കാണിക്കരുത്. ആരെയും വാക്കുകൊണ്ട് പോലും ഒരു വാഗ്ദാനം ഈ സമയം നിങ്ങൾ നടത്തരുത്. നിങ്ങൾക്കത് വിനയായി മാറും. ആലോചിക്കാതെ എടുത്തു ചാടി ഒരു ഇടപാടും, അതായത് വസ്തുവകകളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും പണമാണെങ്കിലും നിങ്ങൾ ഈ സമയം വളരെ ശ്രദ്ധാപൂർവം വേണം നടത്താനായിട്ട്. വളരെ പരിശ്രമിച്ചാൽ ധനവും സമാധാനവും നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും. കുടുംബ സമാധാനം ഒക്കെ നിലനിർത്താൻ സാധിക്കും. ചിലർക്ക് അന്യദേശവാസം ഈ സമയം കാണുന്നുണ്ട്. ധാരാളം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ യോഗം കാണുന്നു. ശരീരത്തിന് ബലക്ഷയം വന്നേക്കാം. ചിലർക്ക് പ്രമേഹത്തിന്റെ ഫലമായി പുണ്ണുകൾ വരുന്നതിനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. മോഷ്ടാക്കളെയും ചതിയന്മാരെയും നിങ്ങൾ പ്രത്യേകം ഈ സമയം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിരുന്നാലും ധനത്തിനും ഐശ്വര്യത്തിനും ഒന്നും കുറവ് വലുതായിട്ട് വരുന്നില്ല. ചിലർക്ക് അന്യദേശവാസം കാണുന്നു. അതുപോലെ തന്നെ കൃഷിഭൂമി വാങ്ങുന്നതിനും ഈ സമയം ഒരു യോഗം കാണുന്നുണ്ട്. ആ കൃഷിക്ക് താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാം.
ദമ്പതിമാരിൽ ആർക്കെങ്കിലും ചില അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. 65 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള മൂലം നക്ഷത്രക്കാർക്ക് നിക്ഷേപങ്ങളിൽ നിന്നും ധാരാളം ആദായം കിട്ടുന്ന ഒരു സമയമാണ്. സംരംഭകനാണെങ്കിൽ മികച്ച ഒരു ധനനേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. സർക്കാരിൽ നിന്നും അനുകൂലമായ പല നേട്ടങ്ങൾ ഉണ്ടാകാം. ഏതെങ്കിലും തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പദ്ധതികളിൽ നിന്ന് നിങ്ങൾക്ക് ധനം കിട്ടാനുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. മനസമാധാനവും ഐശ്വര്യവും ലഭിക്കാം. ലഭ്യമാകേണ്ടിയിരുന്ന ഭൂമിയും നിങ്ങൾക്ക് ലഭിക്കാം. എന്തെങ്കിലും കേസിലൊക്കെ പെട്ടിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട ഭൂമിയാണെങ്കിൽ അത് ലഭിക്കാം. ചിലർക്ക് ബഹുമതികളും അവാർഡുകളും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അന്യ ആൾക്കാരിൽ നിന്നും അപ്രതീക്ഷിതമായ ധനലാഭവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നാൽക്കാലികളിൽ നിന്ന് ആദായം നിങ്ങൾക്ക് കുറയുന്നതിന് ഒരു സാധ്യതയുണ്ട്. ആയതിനാൽ ആ വ്യാപാരത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളൊരു മദ്യപാനിയാണെങ്കിൽ അത് നിമിത്തം സാമ്പത്തികമായും ആരോഗ്യമായും നിങ്ങൾ നശിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലോട്ടറി ടിക്കറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു ചൂതാട്ടത്തിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ വളരെ ചെറിയ തുക മാത്രം ചെലവാക്കുക. ധാരാളം തുക ചെലവാക്കിയാൽ അതുവഴിയും സമ്പത്ത് നശിക്കാൻ ഒരു യോഗം കാണുന്നുണ്ട്. ഉറ്റ ബന്ധുക്കളുടെ വിയോഗം വരാൻ ഒരു സാധ്യതയുണ്ട്. കാർഷിക മേഖലയിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ സൂര്യഭഗവാന്റെയും ഗുളികന്റെയും ഒക്കെ യോഗം നടക്കുന്നതിനാല് അതായത് ആദിത്യ ഗുരു ഗുളിക യോഗം വരുന്നതിനാൽ ഗുളികന്റെ സാന്നിധ്യം തടസ്സങ്ങളെല്ലാം ആദ്യം ഉണ്ടാക്കുമെങ്കിലും പിന്നീട് വൻ നേട്ടങ്ങളിലേക്ക് അത് നേടുവാൻ സാധിക്കുന്നു. ധാരാളം വിജയങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. കാരണം ഗുരുവിന്റെ സാന്നിധ്യം ഈ ദോഷങ്ങളെയെല്ലാം ലഘൂകരിച്ച് രാജയോഗം നൽകുന്നതിന് സാധ്യതയുണ്ട്. ചിലർക്കാണെങ്കിൽ വൻപിച്ച രീതിയിൽ ഒരു ശക്തമായ രാജയോഗം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. ധനപരമായും പ്രശസ്തിപരമായൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് ആത്മവിശ്വാസവും അറിവും ജ്ഞാനവുമായിരിക്കും ലഭിക്കുന്നത്. ചിലർക്ക് ഈ ഗുളികന്റെ സ്വാധീനത്തിൽപ്പെട്ട് അവർക്ക് ഉഴലുന്നത് മൂലം ചില സമയങ്ങളിൽ അവർക്ക് അഹങ്കാരം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കാം. ശുക്രകേതു യോഗം വരുന്നതിന് അസുഖങ്ങളോടുള്ള ആർത്തി കുറയുന്നതിനും ആത്മീയ തത്വചിന്തകളിൽ താല്പര്യം വർദ്ധിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാം. ദാമ്പത്യത്തിലായിരുന്നാലും പ്രണയബന്ധത്തിലായിരുന്നാലും പങ്കാളിത്ത ബിസിനസ് ബന്ധത്തിലായിരുന്നാലും ചില വിള്ളലുകൾ വന്നിട്ട് മാറിപ്പോകുന്നതിന് സാധ്യതയുണ്ട്. ദമ്പതിമാർ തമ്മിൽ എന്നേക്കുമായി പിരിഞ്ഞു പോകുന്നതിനോ പ്രേമബന്ധം അവസാനിച്ചു പോകുന്നതിനോ പങ്കാളി ബിസിനസ്സിൽ നിന്ന് മാറിപ്പോകുന്നതിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. മാനസികമായി ഒരു ആശയക്കുഴപ്പം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ആഡംബര ജീവിതം നയിക്കണമെന്ന ആഗ്രഹം മനസ്സിന്റെ ഒരു വശത്തും മറ്റേ വശത്ത് അതിൽ നിന്ന് മാറി ആത്മീയ ചിന്തയിലും തത്വചിന്തയിലും മുഴുകണമെന്നുള്ള ഒരു താല്പര്യവും വന്നു. ഇത് മനസ്സിന് ഏത് വേണമെന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു സംഘർഷത്തിലാകുന്നു, ആശയക്കുഴപ്പത്തിലാകുന്നു. ധനപരമായി ഒരു ചാഞ്ചാട്ടം വരുന്നതിന് സാധ്യതയുണ്ട്. പണം വന്നു ചേരുമെങ്കിലും അത് അനാവശ്യ കാര്യങ്ങൾക്കായി ചിലവായി പോകാൻ സാധ്യതയുള്ളതിനാൽ പാഴ്ചെലവ് വരാൻ സാധ്യതയുള്ളതിനാൽ ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് നല്ലതായിരിക്കും. സൃഷ്ടിപരമായ കഴിവുകൾ കലാപരമായോ സാഹിത്യപരമായോ ആയ കഴിവുകൾ ഉള്ളവർക്കാണെങ്കിൽ അഭിനയപരമായ കഴിവുള്ളവർക്ക് വളരെ നല്ലൊരു കാലമാണ് ഈ യോഗം. അതുപോലെ തന്നെ ചന്ദ്രനും രാഹുവും കൂടിയുള്ള യോഗം വരുന്നതിനാൽ ഇതിനെ ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. അശുഭകരമായ യോഗം മനസ്സിനെയും ജീവിതത്തെയും വളരെയധികം മോശമായി സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യോഗമാണ്. മാനസിക പിരിമുറുക്കമുള്ളവർക്ക് അത് കൂടാൻ സാധ്യത കാണുന്നുണ്ട്. ഏത് കാര്യത്തിലും വ്യക്തമായ ഒരു തീരുമാനം എടുക്കാനാവാതെ മനസ്സിലാകെ ഒരു ആശയക്കുഴപ്പവും സംഘർഷവും ഉണ്ടാകാം. അതുപോലെ സംശയ രോഗം വരാം. അതായത് ചുറ്റും താമസിക്കുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ സാഹചര്യങ്ങളെയും എല്ലാ രീതിയിലും മോശമായി സംശയിക്കാനുള്ള ഒരു സാധ്യത ഈ യോഗം മൂലം ചിലർക്കുണ്ടാകാം. ചിലർക്കാണെങ്കിൽ ഉറക്കക്കുറവുണ്ടാകാം. ചിലർക്ക് വിഷാദ രോഗം വരാം. ചിലർക്ക് ദേഷ്യം കൂടുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള വാസ്തുപരമായോ ജ്യോതിഷപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വരുന്ന ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.